എ റഹീം എം പി നമുക്കൊപ്പം ചേരുന്നു. CPM നേതാവ് ശ്രീ എ റഹീം, തുടക്കത്തിൽ തന്നെ സർക്കാരിൻ്റെ ഈ പല തീരുമാനങ്ങളിലും പിഴവ് സംബന്ധിച്ച് വിവാദങ്ങൾ ഉയരുന്നുണ്ട്. അതിൽ ഈ മന്ത്രിമാരുടെ ഓഫീസുമായി ബന്ധപ്പെട്ടാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇതാ ഇപ്പോൾ വരുന്നത് ടി സിദ്ദിഖിൻ്റെ ഓഫീസിൽ നിയമിക്കുന്നത് പാർട്ടിക്കാരും ഒപ്പം തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരെയല്ല, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ താല്പര്യമുള്ള വ്യക്തിയെ നിയമിക്കുന്നു എന്നതാണ് വിഷയം. ഇപ്പോൾ CPM-ഉം നിങ്ങളൊക്കെ ഭരിക്കുന്ന സമയത്തും പാർട്ടി ബന്ധുക്കളെയോ പാർട്ടിയുടെ ഭാഗമായുള്ളവരൊക്കെ സ്റ്റാഫിൽ ഉൾപ്പെടുന്നുണ്ട്. അത് കോൺഗ്രസ് മുൻകാലങ്ങളിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ സംഭവിക്കുന്ന എന്താണ് താങ്കൾ ഈ വിഷയത്തെ കാണുന്നത് എങ്ങനെയാണ്? ബന്ധു നിയമനങ്ങളിൽ തുടങ്ങിയതാണ്. ഇപ്പോൾ ബന്ധു നിയമനങ്ങൾ വിട്ട് പാർട്ട്നേഴ്സിനെ നിയമിക്കുന്ന വിധം കാര്യങ്ങൾ മാറുകയാണ്. അപ്പോൾ ബിസിനസ് പങ്കാളികളെ കുത്തി നിറയ്ക്കുകയാണ്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? അത് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. പെട്ടെന്ന് തന്നെ മലയാളിക്ക് പെട്ടെന്ന് മലയാളി അങ്ങനെ പറ്റിക്കാണൊന്നും പറ്റില്ല, അവർക്ക് മനസ്സിലാകും. ഈ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുമായി ബന്ധപ്പെട്ട് തീർച്ചയായും അത് സാധാരണ രണ്ടു തരത്തിലാണ് അതിലെ നിയമനങ്ങൾ വരിക. ഒന്ന്, സർക്കാർ ജീവനക്കാരായവരെ ഡെപ്യൂട്ടേഷനിൽ അവിടേക്ക് വിടും, അതിനെ നിയോഗിക്കും. രണ്ടാമത് മറ്റൊന്ന്, സർക്കാർ ജീവനക്കാർക്ക് പുറമെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് പാർട്ടി പ്രവർത്തകർ, അതായത് വ്യക്തിപരമായ പാർട്ടി ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആളുകളെ എടുക്കും. പാർട്ടി പ്രവർത്തകർ, പാർട്ടി രംഗത്ത് പ്രവർത്തിക്കുന്ന, ഞങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് പാർട്ടി രംഗത്ത് പ്രവർത്തിക്കുന്ന എന്നാൽ അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റിയുള്ള ആളുകളെ പ്രത്യേകമായി ഇത്തരം ചുമതലകൾ ഏൽപ്പിക്കുകയാണ് ചെയ്യുക. അത് എല്ലാ പാർട്ടികളും അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുക എല്ലായിടത്തും. അത് ഏത് ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് ആയാലും എവിടെയായാലും. പക്ഷെ ഇവിടെ UDF-ന്റെ കാലത്ത് വിചിത്രമായി കാണുന്ന ഒരു കാര്യം, 3 കാര്യങ്ങളുണ്ട് പ്രധാനമായും. ഒന്നാമത്തെ കാര്യം, ഇത്രയും ദിവസമായി ഇതിന്റെ അടി തീർന്നിട്ടില്ല എന്നുള്ളതാണ്. സ്റ്റാഫിന്റെ നിയമനങ്ങളൊന്നുമില്ലാതെ മന്ത്രി ഓഫീസുകൾ കാലിയാണ് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. പല പ്രധാനപ്പെട്ട വകുപ്പുകളിലും ഇതുവരെ സ്റ്റാഫിന്റെ പ്രധാനപ്പെട്ട സ്റ്റാഫുകളുടെ പ്രൈവറ്റ് സെക്രട്ടറി, അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന പ്രൈവറ്റ് അസിസ്റ്റന്റ്, അതോടൊപ്പം അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാർ, അങ്ങനെയുള്ളവരുടെ നിയമനങ്ങൾ പോലും ഇതുവരെ പൂർത്തിയായിട്ടില്ല. അതിന്റെ തല്ല് നടന്നുകൊണ്ടേയിരിക്കുകയാണ്, തല്ല് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ വിചിത്രമായി തോന്നിയ കാര്യം, വലിയ തോതിൽ ബന്ധു നിയമനങ്ങൾ നടത്തുന്ന വിധം നമ്മൾ കാര്യങ്ങൾ കണ്ടു. അത് സണ്ണി ജോസഫിന് അതിൽ നിന്ന് യൂട്ടേൺ അടിക്കേണ്ടി വന്നു. പക്ഷേ എങ്കിലും ജനങ്ങളും മാധ്യമങ്ങളും അത് പൊതുവിൽ ചർച്ച ഉയർത്തിക്കൊണ്ട് വന്നപ്പോഴാണ് അത്തരം കാര്യങ്ങൾ വേണ്ടി വന്നത്. അതോടൊപ്പം തന്നെ BJP ബന്ധമുള്ളവരെ, സംഘപരിവാർ ബന്ധമുള്ളവരെ എല്ലാം തന്നെ നിയമിക്കുന്ന നിലയുണ്ടായി. ഇത് കോൺഗ്രസിന്റെ കാര്യത്തിൽ മാത്രമല്ല ഉണ്ടായത്, UDF-ൽ പൊതുവിൽ ഈ സംഭവം ഉണ്ടായി. ഇപ്പോൾ യൂത്ത് ലീഗ് ഒക്കെ തന്നെ ചില വാർത്തകൾ പുറത്തുവിട്ടു. യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ അല്ലെങ്കിൽ അർഹരായവർ സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും ഗിഗ് വർക്കിന് പോകുമ്പോൾ ഇത് അർഹതയില്ലാത്തവരെ മന്ത്രിമാർ പ്രത്യേക താല്പര്യം ഉപയോഗിച്ച് അവിടെ കുത്തിനിറച്ചിരിക്കുന്നു എന്ന ആരോപണങ്ങൾ ഉയർന്നു വരികയുണ്ടായി. അതായത് സ്വന്തം അണികളെ സ്വന്തം ഫോറത്തിനുള്ളിൽ പോലും ഇത് സംബന്ധിച്ചുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം ബന്ധു നിയമനങ്ങളിൽ. മൂന്നാമത്തെ പ്രവണതയാണ് ഇപ്പോൾ ഇവിടെ അരുൺ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഏറ്റവും ഗൗരവകരമായ ഒരു കാര്യം. അത് ബിസിനസ് പങ്കാളിയെ നിയമിക്കാൻ പോകുന്നു എന്നുള്ളതാണ് പുതിയ വാർത്ത. ഈ 3 പ്രവണതകളും യഥാർത്ഥത്തിൽ നമുക്ക് ഒരു വെൽ ഗവേണൻസിന്, ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഭരണത്തിന് ഉതകുന്നതല്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമത്തെ നോക്കൂ, ആദ്യമായി മന്ത്രി ഓഫീസുകളിൽ ഞാൻ മനസ്സിലാക്കുന്നത് അവർക്ക് വരുന്ന ഒരുപാട് പരാതികൾ, നിവേദനങ്ങൾ, ഫയലുകൾ ഇതെല്ലാം കെട്ടിക്കിടക്കുകയാണ്. മന്ത്രിയുടെ ഓഫീസ് എങ്ങനെയാണ് ചലിക്കുക? മന്ത്രി യാത്ര അല്ലല്ലോ. മന്ത്രിയുടെ ഓഫീസിൽ വലിയ പണിയുണ്ട്. ആ ജോലി ചെയ്യാൻ ആരുമില്ല ഈ 1.5 മാസമായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നിയമനങ്ങൾ നടത്താൻ കഴിയുന്നില്ല. തർക്കം കാരണമാണ്, മറ്റൊന്നുമല്ല. ആ തർക്കം കാരണം നിയമനങ്ങൾ നടത്താൻ പറ്റാതെ വരുമ്പോൾ ഒരു തരത്തിലുള്ള ഭരണസ്തംഭനം പല മന്ത്രി ഓഫീസുകളിലും വകുപ്പുകളിലും നിലനിൽക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നമാണ്. രണ്ടാമത് വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇഷ്ടക്കാരെയും അതോടൊപ്പം തന്നെ ബിസിനസ് പാർട്ട്നേഴ്സിനെയും ബന്ധുക്കളെയും എല്ലാം തന്നെ കുത്തി നിറയ്ക്കുന്നത്, അതിന് മറ്റൊരു പരിഗണനയുണ്ട്. അതെന്താ പ്രശ്നം? അത് നിർദ്ദിഷ്ട ഉദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ്. അത് അറിയാലോ, അഴിമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിലേക്ക് ജനങ്ങൾക്ക് സംശയിക്കേണ്ടി വരും. അത്തരം ഉദ്ദേശങ്ങൾക്ക് വേണ്ടി മാത്രമാണോ ഇത്തരം കാര്യങ്ങൾ പാർട്ടിക്കുള്ളിലെ മെരിറ്റ് പോലും കിടന്ന് നിയമനങ്ങൾ നടത്തുന്നതെന്ന് മന്ത്രിമാർ വിശദീകരിക്കേണ്ടി വരും. ഇവിടെ ഇപ്പോൾ ശ്രീ സിദ്ദിഖിനെതിരായിട്ടാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ശ്രീ സിദ്ദിഖ് ഇത് സംബന്ധിച്ച് ജനങ്ങളോട് മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. അത് നിയമിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല, എങ്ങനെയാണ് സിദ്ദീഖിനെ പോലെ ഒരു പൊതുപ്രവർത്തകന് ഇതിന് സാധിക്കുക എന്ന് അദ്ദേഹം വിശദമാക്കാൻ തയ്യാറാകണം, എന്ന് അദ്ദേഹം പറയണം. അത് ജനങ്ങളോട് മനസ്സിലാകുന്ന ഭാഷയിൽ പറയാൻ പറ്റുമോ ഇല്ലയോ എന്ന് ശ്രീ സിദ്ദീഖിന് മുമ്പിലുള്ള വലിയ വെല്ലുവിളിയായിരിക്കും. അത് എങ്ങനെയായിരിക്കും അദ്ദേഹം പറയാൻ പോവുക? എന്ത് വിശദീകരണമാണ് നൽകാൻ പോവുക?
അപ്പോൾ ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും പ്രവർത്തകർക്ക് പോലും അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ തല്ലുകൊള്ളാൻ ഞങ്ങളും പിന്നെ ഈ പങ്കുപറ്റാൻ ഈ പറയുന്ന നിക്ഷിപ്ത താല്പര്യക്കാരും എന്ന് MSFകാരും യൂത്ത് കോൺഗ്രസുകാരും പറയുന്ന നിലയിപ്പ് കാണുകയാണ്. അപ്പൊ അവർക്ക് പോലും ഡൈജസ്റ്റ് ആവാത്ത ഇത്തരം നിയമനങ്ങൾ വ്യക്തി താല്പര്യത്തോടു കൂടി നടത്തുന്നതിന്റെ പിന്നിലെ ലക്ഷ്യം എന്താണ് എന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകും എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ. ഇത്തരം നീക്കങ്ങളിൽ നിന്ന് പിൻവാങ്ങണം, ഗവൺമെന്റ് പിൻവാങ്ങണം. ഗവൺമെന്റ് പ്രവർത്തനത്തെ സുതാര്യമായും ജനാധിപത്യപരമായും ജനങ്ങൾ ആഗ്രഹിക്കുന്ന വിധവും മാറ്റാൻ സർക്കാരിന് ബാധ്യതയുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ശ്രീ റഹീം, ഒരു കാര്യം കൂടി നമുക്കറിയാം, LDF ആയാലും UDF ആയാലും ഭരിക്കുമ്പോൾ ആ സർക്കാരിന് ഒരു ശൈലി ഉണ്ടാവും. അത് ആ പാർട്ടിയുമായി ചേർന്ന് നിൽക്കുന്ന ഒരു പ്രവർത്തനമായിരിക്കും സർക്കാരിന് പൊതുവിലും ഉണ്ടാവുക. ഇപ്പോൾ അറിയാം, CPM ഭരിച്ച സമയത്തൊക്കെ പാർട്ടി മന്ത്രി ഓഫീസുകൾക്ക് ഒരു പ്രവർത്തന ശൈലി ഉണ്ടാവാം. അത് ഒരു നിങ്ങളുടെ ഇടതുപക്ഷ ആശയങ്ങളുമായി ചേർന്ന് പോകുന്ന, അതല്ലെങ്കിൽ ആ പാർട്ടിയുടെയും സർക്കാരിൻ്റെയും നയപരിപാടിയുമായി ചേർന്ന് പോകുന്നതാവാം. പക്ഷേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് മന്ത്രിമാരുടെ ഓഫീസുകൾ ഒരു സ്വയം പ്രഖ്യാപിത സ്വതന്ത്ര സംഘങ്ങളായി മാറുന്ന രീതിയിലേക്ക് പ്രശ്നങ്ങൾ മാറുന്നുണ്ടോ? കാരണം പല മന്ത്രി ഓഫീസുകളും സംബന്ധിച്ച് ഉയർന്ന പരാതി അവിടുത്തെ നിയന്ത്രണം മറ്റു ചില സംവിധാനങ്ങൾ നിയന്ത്രിക്കുന്നു എന്നൊരു ആക്ഷേപമാണ്. അത് ഗുരുതരമായി കാണേണ്ട ചില സൂചനകളുണ്ടോ? താങ്കൾ അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നുണ്ടോ? അയ്യോ, തീർച്ചയായിട്ടും ഉന്നയിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ മന്ത്രി ഓഫീസ് എന്ന് പറയുന്നത് വളരെ തന്ത്രപ്രധാനമായ ഒരു സ്ഥലമാണല്ലോ. അവിടെ പാർട്ടിയുടെ നയങ്ങളുണ്ട്, മാനിഫെസ്റ്റോയിൽ ജനങ്ങൾക്ക് കൊടുത്ത ഉറപ്പുകൾ പാലിക്കേണ്ടതുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഉയർന്നു വരുന്ന പ്രശ്നങ്ങളിൽ സർക്കാരിന്റെയും ആ ഭരിക്കുന്ന പാർട്ടിയുടെയും നയത്തിനും നിലപാടിനുമനുസരിച്ച് കാര്യങ്ങൾ രൂപീകരിക്കേണ്ടതുണ്ട്. ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സ്കില്ല് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ജനങ്ങളോട് ന്യായമായും മര്യാദയായും വരുന്നവരോട് പെരുമാറുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതെല്ലാം ചേരുന്നതാണ് ഒരു മന്ത്രി ഓഫീസ് എന്ന് പറയുന്നത്. അത് അവിടെ മാനദണ്ഡം എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളെ നിയമിക്കുന്നതിലൊന്നും കുഴപ്പമില്ല. പക്ഷെ നിയമിക്കുമ്പോൾ അതിനകത്ത് പൊളിറ്റിക്കൽ ഇൻവോൾവ്മെന്റ് വരുന്നില്ല. മുമ്പ് മറ്റത് അങ്ങനെയല്ലല്ലോ. ഒരു പാർട്ടി പ്രവർത്തകരായി തന്നെ നിൽക്കുന്നതിൽ അർഹരായവർ, ഡിസർവിംഗ് ആയ ആളുകൾ ഉണ്ടാവുന്നേ കോൺഗ്രസിൽ തന്നെ. ഞാൻ അതുകൂടി പറയാണ്, ഇതിനൊക്കെ നല്ല ശമ്പളമാണ്. അതുകൂടി ജനങ്ങൾ മനസ്സിലാക്കണം. അത്യാവശ്യം നല്ല ശമ്പളമാണ് ഇവർക്കെല്ലാം ലഭിക്കുന്നത്, പെൻഷനുണ്ട്. അപ്പൊ അങ്ങനെയെല്ലാമുള്ള സാഹചര്യത്തിൽ ഡിസർവിംഗ് ആയ എത്രയോ കോൺഗ്രസ്സുകാരുണ്ടാവും. ഇപ്പൊ എനിക്ക് തന്നെ അറിയാവുന്ന എത്രയോ പേരുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നവരുണ്ട്. പണ്ട് മുതലേ കോൺഗ്രസിന്റെ പ്രവർത്തകരായി കൊടിപിടിച്ച് പ്രയാസപ്പെട്ട് ജീവിതം കടക്കണിയിലൊക്കെ നിൽക്കുന്ന എത്രയോ മനുഷ്യരുണ്ടാവും, സാധാരണക്കാരായ ആളുകൾ. അപ്പൊ അവർക്കെല്ലാം തന്നെ നമുക്ക് നേരിട്ട് കൊടുക്കാൻ കഴിയുന്ന ഒരു അവസരമാണിത്. അതില് അവരുടെ പൊളിറ്റിക്കൽ സ്കില്ല് കൂടി, അവരുടെ ഞാൻ നേരത്തെ പറഞ്ഞ സാമൂഹികമായ അല്ലെങ്കിൽ സാമ്പത്തികമായ ഡിസർവിംഗ് ഫാക്ടറോടൊപ്പം തന്നെ അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് സ്കില്ല് കൂടി ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പിച്ച് അവരെ ഈ ഉത്തരവാദിത്വം ഏൽപ്പിക്കുക എന്നാണ് ഞങ്ങളുടെ പാർട്ടിയിലൊക്കെ പറയാ. ഉത്തരവാദിത്തം ഏൽപ്പിച്ചാൽ അവർക്കത് വലിയ സഹായകരമാകും. അവരുടെ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയും. അവർക്ക് മാന്യമായ ഒരു ജീവിതത്തിലേക്ക് വരാൻ കഴിയും. ഒപ്പം തന്നെ ആത്മാർത്ഥമായൊരു സേവനം അവരിൽ നിന്ന് സമൂഹത്തിന് ലഭ്യമാക്കാൻ കഴിയും. അപ്പൊ ഇതിന് പകരം ഒരു പൊളിറ്റിക്കൽ കമ്മിറ്റ്മെന്റും ഇല്ലാത്തത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പൊളിറ്റിക്കൽ കമ്മിറ്റ്മെന്റ് ഈ ഭാര്യയുടെ ബിസിനസ് പാർട്ണറെ നിയമിക്കുമ്പോൾ വരുന്ന പ്രശ്നം ഒരു പൊളിറ്റിക്കൽ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. സമൂഹത്തോട് ഇത് ബാധ്യതയാണുള്ളത്, അല്ലെങ്കിൽ അയാളുടെ പാർട്ടിയോടെങ്കിലും എന്ത് ബാധ്യതയാണുള്ളത് എന്നൊരു പ്രശ്നം വളരെ യുക്തിസഹമായ ചോദ്യമാണ്. അവിടെയാണ് ഈ പറയുന്ന യൂത്ത് ലീഗും MSFും ഇപ്പോൾ ഈ പറയുന്ന കോൺഗ്രസിനുള്ളിലെല്ലാം തന്നെ അവർക്കുള്ളിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായം രൂപപ്പെട്ടു വരുന്നത്. എങ്ങനെയാണ് അതിനെ ന്യായീകരിക്കുക? ഒരു പൊളിറ്റിക്കൽ കമ്മിറ്റ്മെന്റ് ഇല്ലാതെ, ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റും ഇല്ലാതെ ഭാര്യയുടെ ബിസിനസ് പാർട്ണർ ആയ ഒരാളെ നിയമിക്കാൻ വേണ്ടി എങ്ങനെയാണ് ഈ സിദ്ദീഖിന് ശുപാർശ കൊടുക്കാൻ വേണ്ടി കൈ വിറയ്ക്കാതെ പറ്റിയത്? അതെനിക്ക് മനസ്സിലാകുന്നില്ല. സിദ്ദീഖിന് എങ്ങനെയാണ് അദ്ദേഹത്തെ പോലെ ഒരു പൊതുപ്രവർത്തകന് ഇതിന് സാധിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ എങ്ങനെ തോന്നി, എങ്ങനെയാണ് ആ ശുപാർശ കൊടുക്കാനായത് എന്നുള്ളത് വളരെ വിചിത്രമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. യെസ്, വളരെ നന്ദി ശ്രീ A. റഹീം പ്രതികരിച്ചതിന്. എന്തായാലും ഈ വിഷയത്തിൽ CPM അടക്കം സ്വീകരിക്കാൻ പോകുന്ന നിലപാട് കൂടിയാണ് അതിൽ ഇപ്പോൾ റഹീം സൂചിപ്പിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.